Hello, welcome to Market Discussion of the Day. Today, January 9th, 2026, Friday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 5 എപ്പിസോഡ്സാണ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യത്തെ 5 പാർട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഉറപ്പായിട്ടും അഭിപ്രായങ്ങളും പറയാം. അതേപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കുകയും ചെയ്യാം. ഓക്കെ, അത് നമുക്ക് എന്ത് ഡൗട്ടാണെന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും ബെറ്റർ. സോ അടുത്ത 2 പാർട്ടും കൂടെ ഇനി അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അത് ഈ ഒരു വീക്കെൻഡോട് കൂടി അപ്ലോഡ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽസ്. സോ ഇന്നലെ ഈ ആഴ്ച മൊത്തത്തിൽ നമ്മൾ വലിയൊരു പൊളിറ്റിക്കലായിട്ടുള്ള വലിയൊരു ഇഷ്യൂസ് ഒക്കെയാണ് നമ്മൾ കണ്ടതല്ലേ. ബേസിക്കലി നമ്മൾ ഈ ഒരു ജനുവരി 3-ാം തീയതി വെനസ്വേലൻ പ്രസിഡന്റിനെ യു എസ് തട്ടിക്കൊണ്ടു പോവുകയും എന്താ പറയുക, ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെ പേരിൽ തട്ടിക്കൊണ്ടു പോവുകയും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വെനസ്വേലയുടെ എണ്ണ ആണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെക്കുള്ള കാര്യങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. സോ ഈ ഒരു തട്ടിക്കൊണ്ടു പോകലിന് ശേഷം മാർക്കറ്റിൽ ഈ ഒരു ഞാൻ എന്താ പറയുക, ഈ ഒരു ആഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ 3330 എന്ന മാർക്കറ്റിൽ നിന്ന് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ട് ഗോൾഡിൻ്റെ മാർക്കറ്റ് ഓൾമോസ്റ്റ് 4500 ലെവൽ വരെ മാർക്കറ്റ് പോയി എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലേ. സോ ഇത് വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ ഒരു 150-170ഓളം ഡോളേഴ്സിൻ്റെ മൂവ്മെൻ്റാണ് ഈ ഒരു ആഴ്ച ഉണ്ടായിട്ടുള്ളത്. സോ നമ്മൾ നേരത്തെയുള്ള വീഡിയോസിലെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അത് ഈ ഒരു വെനസ്വേല എന്നൊരു പറയുന്ന ഒരു രാജ്യത്തിനെ ആക്രമിച്ചത് കൊണ്ട് മാത്രമല്ല, അത് ആക്രമിച്ചതിന് ശേഷം ഒരുപാട് രാജ്യങ്ങൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയത് കൊണ്ടിട്ടാണ്. അതിൽ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രീൻലാൻഡ്. ഓക്കെ, സോ ഗ്രീൻലാൻഡിനെ അമേരിക്ക നോട്ടോ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ അത് ഡെൻമാർക്ക് ഭരിക്കുന്ന ഒരു സ്ഥലമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. സോ ഗ്രീൻലാൻഡിലെ എങ്ങാനും ഇതേപോലെ ആക്രമിച്ചാൽ ഉറപ്പായിട്ടും നാറ്റോ എന്ന് പറയുന്ന സഖ്യകക്ഷി വരെ ഇല്ലാണ്ടായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്യൂബ പോലത്തുള്ള രാജ്യങ്ങൾ, അതേപോലെ കൊളംബിയയിൽ ഇതേപോലെ തന്നെ നടക്കാൻ പോസിബിലിറ്റി ഉണ്ട്. കൊളംബിയൻ പ്രസിഡന്റ് ഡ്രഗ് വിൽപ്പന ചെയ്യുന്ന ആളാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിനുശേഷം മെക്സിക്കോ പോലത്തുള്ള രാജ്യങ്ങൾ, ഇറാൻ പോലത്തുള്ള രാജ്യങ്ങൾക്കെതിരെയൊക്കെ ഭീഷണി മുഴക്കി വേൾഡ് ഒരു ഭയങ്കരമായ ഒരു അൺസർട്ടൺ സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഗോൾഡിൻ്റെ വില ഭയങ്കര ലെവലിൽ മുകളിൽ കയറിപ്പോയി നിൽക്കുകയാണ്. ഇപ്പം ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടിട്ട് നമ്മൾ ബ്രീഫായിട്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു പോവുകയും ആണ്. അതേപോലെ തന്നെ റഷ്യയിലുള്ള 2 കപ്പലുകൾ US പിടിച്ചടക്കി എന്നുള്ള ന്യൂസുകളൊക്കെ നമുക്ക് ഇന്നലെ കേൾക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് റഷ്യയും ചൈനയും നോർത്ത് കൊറിയയും ഒക്കെ US ചെയ്ത ശരിയായിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ US നിന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ, അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ഡൊണാൾഡ് ട്രംപിനെതിരായിട്ടുള്ള വിമർശനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ആ വിമർശനങ്ങൾ ഉറപ്പായിട്ടും എന്താ പറയുക, അത് മാത്രം ഈ ഒരു വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അതിൻ്റെ നിയമ നടപടികൾ ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. ഇനി ഇതിങ്ങനെ ഒരു സംഭവം ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി ഉള്ള ദിവസങ്ങളിൽ, അടുത്ത ആഴ്ചകളിലൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ഇതൊരു ഭയങ്കരമായൊരു ഒരു പ്രശ്നമാണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഇന്ത്യയിൽ എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയും ഇതേപോലത്തുള്ള ഭീഷണികൾ ഉറപ്പായിട്ടും US അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്കെതിരെയും ഇതേപോലുള്ള ഭീഷണികൾ ഉണ്ടായേനെ എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി പൊളിറ്റിക്കൽ സൈഡിൽ നടക്കുന്ന അൺസർട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ അതുകൊണ്ടിട്ട് തന്നെ വീക്കെൻഡ് ആയതുകൊണ്ടിട്ട് തന്നെ ഓപ്പൺ പൊസിഷൻസ് ഇല്ലാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കൗണ്ടറിൽ ഓപ്പൺ പൊസിഷൻസ് ഇല്ലാതിരിക്കുക. ഓക്കെ, സോ അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിനി അങ്ങോട്ടുള്ള സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് മാക്സിമം പോയി 4-5 മണിക്കൂർ മാത്രമേ ട്രേഡിങ്ങിലുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, നമ്മളുടെ നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് ഇന്നാണ് വരുന്നത്. ഓക്കെ, സോ
ഇന്ന് നമുക്ക് രാത്രി 7 മണിക്ക് എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ന്യൂസ് ഉണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉണ്ട്, ഓക്കെ, നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് ഉണ്ട്. സോ വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ എൻ്റെ റെക്കമെൻഡേഷൻ ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നോൺ ഫാം പേറോളിന് ശേഷം മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നു ആ ഡയറക്ഷനിലായിരിക്കും തിങ്കളാഴ്ച മാർക്കറ്റ് പോകുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഓൾറെഡി ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, ഈ നോൺ ഫാം പേറോളിന് മുന്നേ ആയിട്ട് മാറി നിൽക്കണം എന്നുള്ളതും എൻ്റെ റെക്കമെൻഡേഷൻ മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് അടുത്ത ആഴ്ച ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ ഡേ ആണ്. സോ ഇത്രയും വലിയ പൊളിറ്റിക്കൽ പ്രശ്നത്തിൻ്റെ കൂടെ അടുത്ത ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വരുന്ന ആഴ്ച കൂടെയാണ് എന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞു പോവുകയാണ്. സോ നമുക്ക് ന്യൂസിനെ കുറിച്ച് അടുത്ത ആഴ്ച സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരുപാട് പൊളിറ്റിക്കൽ സാധനത്തിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു, നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ കുറേ നീണ്ടു പോകും. അതുകൊണ്ടിട്ട് നമുക്ക് തിങ്കളാഴ്ച അടുത്ത ആഴ്ചത്തെ ന്യൂസുകളെ കുറിച്ച് സംസാരിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നേരെ നമ്മളുടെ USD JPYയിലോട്ട് പോകാം. സോ ഞാൻ എന്താ പറയുക, ഞാനിപ്പം നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ട് വീട്ടിൽ ചെറിയൊരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡ്രില്ലിങ്ങിൻ്റെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് നേരെ നമ്മുടെ USD JPYയിലോട്ട് വരാം. USD JPY 157.48 മാർക്കറ്റ് നിൽക്കുന്നു. ഓക്കെ, സോ മാർക്കറ്റ് നമ്മൾ ഈ ഒരു തിങ്കളാഴ്ച നമ്മൾ 156 അവിടെ നിന്ന് ബൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 156 അവിടെ നിന്ന് ബൈ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നല്ല പ്രോഫിറ്റ്, ഓൾമോസ്റ്റ് 120 പിപ്പിൻ്റെ പ്രോഫിറ്റ് ഓൾറെഡി കിട്ടി. ഓൾറെഡി അവരൊരു 140 പിപ്പിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് 157.20 അടുത്ത് ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ആ 120 പിപ്പിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അതെല്ലാവരും ആ ഒരു പ്രോഫിറ്റ് എടുത്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സോ ഇനി എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചാൽ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും USD JPYയിൽ നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, സോ നമുക്ക് 156 അവിടെ വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ചെയ്യാം. അത് ഈവൻ നോൺ ഫാം പേറോളിൻ്റെ സമയത്ത്, നോൺ ഫാം പേറോൾ അനുബന്ധിച്ച് നമുക്ക് 156 അവിടെ കിട്ടുകയാണെങ്കിൽ, അതായത് 156 അവിടെ നമ്മൾ വെറുതെ ഒരു ബൈ ഓർഡർ ഇട്ട് വെക്കുക എന്നുള്ളതല്ല. ബേസിക്കലി നോൺ ഫാം പേറോൾ ആകുമ്പോൾ 156 അവിടെ വന്നു, അതിൻ്റെ അടുത്ത ക്യാൻഡിൽ, സോ ഇവിടുത്തെ 7 മണിക്കാണ് നോൺ ഫാം പേറോൾ വരുന്നത് അല്ലേ. സോ 7 ഇവിടുത്തെ ബേസിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ടൈം ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഇവിടുത്തെ 7 മണിക്കാണ് നോൺ ഫാം പേറോൾ വരുന്നത്. ഓക്കെ, സോ 7:30 ക്യാൻഡിൽ, ഓക്കെ 7:30 ക്യാൻഡിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 156 മുകളിലായിട്ട് കിട്ടുകയാണ് എങ്കിൽ, ഓക്കെ, നമുക്ക് ഉറപ്പായിട്ടും 156 അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം USD JPYയിൽ. ഓക്കെ, സോ അതാണ് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി. നമുക്കറിയാം സ്റ്റോപ്പ് ലോസ് 155.30, സ്റ്റോക്ക് പ്രോഫിറ്റ് 157.20 ആണ് നമ്മളുടെ ടേക്ക് പ്രോഫിറ്റ് അല്ലേ. സോ ഇതാണ് എനിക്ക് USD JPYയിൽ പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ യൂറോയിലോട്ട് പോകുമ്പോൾ, യൂറോ ഭയങ്കര അസ്ഥിരത്വത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മൾ നേരത്തെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കുള്ള ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് നോൺ ഫാം പേറോൾ ആയതുകൊണ്ടിട്ട് തന്നെ ഇന്ന് ഒരു യൂറോയിൽ എടുക്കണ്ട, നമുക്ക് 1.1500 അവിടെ തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.1800 അവിടെ മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള 2 ഓപ്പർച്യൂണിറ്റി മാത്രമാണ് എനിക്ക് യൂറോയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ 1.1500, 1.1800 ഈ 2 ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് യൂറോയിൽ എടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്. ഇല്ലാത്ത പക്ഷം മാറി നിൽക്കുക എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ നമ്മുടെ GBP USDയിലോട്ട് വരുമ്പോൾ 1.3416 നിൽക്കുന്നു. ഓക്കെ, നമുക്ക് 1.3400 ആണ് നമ്മളുടെ സപ്പോർട്ടെന്നും അവിടെ നിന്നാണ് ബൈ ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. സോ ഇന്ന് നോൺ ഫാം പേറോൾ ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം സപ്പോസ് എങ്ങാനും നമുക്ക് ഇന്നൊരു ലോവർ പ്രൈസ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, നോൺ ഫാം പേറോൾ ആയതുകൊണ്ടിട്ട് തന്നെ നമ്മൾ നേരത്തെ പറയാറുള്ള 1.3200, 1.3300 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നല്ലൊരു ബൈ എൻട്രി എടുത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ. സോ ഈ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറയുന്നത്, നിങ്ങൾ പുതിയതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്റ്റാർട്ട് ട്രേഡറിൽ ആദ്യത്തെ ഫസ്റ്റ്
ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കറിൽ ആദ്യത്തെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇന്ത്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $500 50% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കമ്പനി തരുന്നുണ്ട്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു $1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $1350 ട്രേഡ് ചെയ്യാൻ പറ്റും. ആ $350 നമുക്ക് GBP USDയിൽ അലോക്കേറ്റ് ചെയ്യാം ഒരു ലോങ്ങർ ടേമിന് വേണ്ടിയിട്ട്. ഓക്കെ, ഒരു 0.1 ലോട്ടോ അല്ലെങ്കിൽ ഒരു 0.05 ലോട്ടോ ഒക്കെ എടുത്ത് ലോങ്ങർ ടേമിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. കാരണം ഫിസിക്കലായിട്ട് GBP വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഉറപ്പായിട്ടും GBP മുകളിലോട്ട് പോവുകയും വിത്തിൻ 6 months അല്ലെങ്കിൽ വിത്തിൻ 1 year നമുക്ക് GBPയുടെ റേറ്റ് ഒക്കെ മാറി 1.400 ഒക്കെ ആയിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇവിടെ നിന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 600 pips ആണ് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, സോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. സോ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു അവസരം മിസ്സാക്കാതിരിക്കുക. അതുകൊണ്ടിട്ട് GBPയിൽ വെയിറ്റ് ചെയ്യുക. GBP നല്ല റേറ്റിൽ താഴെ വീണ് കിട്ടിയാൽ ഉറപ്പായിട്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. ഈ ഒരു കഴിഞ്ഞൊരു നവംബറിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ഉണ്ടായിരുന്നു 1.300 എന്ന് പറയുന്ന പ്രൈസ്. സോ ആ 300 നിന്ന് മേടിച്ച എല്ലാ ആൾക്കാർക്കും ഒരു ലോട്ടൊക്കെ ചെയ്ത ആൾക്കാർക്ക് $5000 പ്രോഫിറ്റാണ് വിത്തിൻ 45 days കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അത് വളരെ നല്ലൊരു പ്രോഫിറ്റാണ്. അങ്ങനെ ലോങ്ങർ ടേമിലോട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമാണ് ഞാനിത് പറയുന്നത്. ഇല്ലാത്ത ആൾക്കാർക്ക് അത് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ചില ആൾക്കാർക്ക് ഇങ്ങനെ ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് പേടിയായിരിക്കും. ആ പേടി കൊണ്ട് ഒരു തെറ്റുമില്ലാത്ത കാര്യമാണ് കേട്ടോ. അത് നല്ലതാണ്. കാരണം ഇമോഷണലി നമ്മൾ സ്റ്റേബിൾ ആയിരിക്കും. ഇമോഷണലി ചിലപ്പം അങ്ങനെ മുകളിലോട്ട് പോകുന്നു താഴോട്ട് പോകുന്നു എപ്പോഴും മാർക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊന്നും അത് പറ്റണം എന്നില്ല. പക്ഷേ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഈ ഒരു ബോണസ് നിങ്ങൾക്ക് എടുത്ത് പോകുകയും ചെയ്യാം. സോ നമ്മൾ നേരത്തെ എപ്പോഴും പറയാറുള്ള നമ്മുടെ സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്ന ബ്രോക്കറാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതിൽ 50+20 എന്ന് പറയുന്ന ഒരു ബോണസ് പ്രോഗ്രാമും ഉണ്ട്. അതിൻ്റെ കൂടെ യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $1000 100% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസുമാണ് നമ്മൾ ഈ സ്റ്റാർ ട്രേഡർ കൊടുക്കുന്നത്. സ്റ്റാർ ട്രേഡറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, UAE ക്ലയൻസിനാണെങ്കിൽ പ്രത്യേക ലിങ്കാണ്, അത് നോക്കി തന്നെ ചെയ്യുക. രജിസ്ട്രേഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങളുടെ ഒരു ഡയറക്റ്റ്ലി ഒരു എന്താ പറയുക ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ 4471 നിൽക്കുന്നു. 4471 ഇന്നലെ മാർക്കറ്റ് താഴോട്ട് പോയപ്പോൾ 4408 വരെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്നലെ 4430 ഞാൻ ബൈ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ടൈറ്റായിട്ട് $15 സ്റ്റോപ്പ് ലോസ് ആണ് ഞാൻ വെക്കാൻ പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ മിക്ക ആൾക്കാരുടെയും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് പോലെ $25 സ്റ്റോപ്പ് ലോസ് ആയിരുന്നു എങ്കിൽ ഒരിക്കലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകത്തില്ല. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയി. പല ആൾക്കാരും വൈഡ് ആൻഡ് ചെയ്ത് $25 സ്റ്റോപ്പ് ലോസ് ആയിരുന്നു വെച്ചത്. പക്ഷേ ഈവൻ എൻ്റെതും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയി. നമുക്ക് ഇനി എന്താണ് എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ബേസിക്കലി നോൺ ഫാം പേറോളിന് ശേഷം മാത്രം നമുക്കൊരു തീരുമാനം എടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം മാർക്കറ്റ് അത്യാവശ്യം വലിയൊരു പ്രൈസ് 4471 മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് തിങ്കളാഴ്ച ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണം എന്നുള്ള ആൾക്കാർക്ക് വീണ്ടും നമുക്ക് 4430 അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാം. അധികം നേരത്തേക്കല്ല, ഉറപ്പായിട്ട് നമ്മൾ നോൺ ഫാം പേറോളിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കും എന്ന് ഉറപ്പുള്ള ആൾക്കാർ മാത്രം 4430 അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. ഒരു ചെറിയൊരു $10 to $15 ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അല്ലാതെ വെറുതെ മാർക്കറ്റിൽ എന്താ പറയുക കുറേ നേരം ഇരിക്കുക അല്ലെങ്കിൽ 1:1.5 റേഷ്യോനെ ഞാൻ ടേക്ക് പ്രോഫിറ്റ് എടുക്കുള്ളൂ എന്നുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഒരു ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് മാറിപ്പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിലേക്ക് ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. പക്ഷേ നമുക്ക് നല്ല റേറ്റിന് GBP USD JPY ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നോൺ ഫാം പേറോളിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള 1 മണിക്കൂറത്തെ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ തിങ്കളാഴ്ച കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.